ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിൻ്റെ 24 ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കട്ടനം കുടിച്ച് നടക്കാൻ ഇറങ്ങി. നമ്മുടെ കണ്ണാടി എത്താറായപ്പോൾ ഒരു മഴ പെയ്തു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു നടന്നു. ഈ ഭായ്മാരുടെ നടത്തത്തിന് ഭയങ്കര സ്പീഡ്. ഞാൻ നോർമലി നടക്കുന്നതിന് 2x നടന്നിട്ടും അവർ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോയി പൈനാപ്പിൾ വാങ്ങിയിട്ട് 2 കിലോ 100 രൂപ അതും ചെത്തി കഴിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്ത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആലപ്പുഴയിലേക്ക് പോകാൻ ഇറങ്ങി. ഒറ്റക്കല്ല, കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇതാണ് കാർത്തിക. +2 ഒരേ ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ കമ്പനി ആയത് +2 കഴിഞ്ഞിട്ടാണ്. ഒരു വർഷത്തിന് മുന്നേ ഇവളുടെ കല്യാണത്തിന് കണ്ടതാണ് ഞങ്ങൾ. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനത്രേ. അതുകൊണ്ടൊരു ബൈ പറയാൻ വന്നതാ. എന്തായാലും ബൈ പറയുമ്പോൾ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആലപ്പുഴ ആയിരുന്നിട്ടും ഇങ്ങനെ ഒരു കഫേ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണേ. ഫുഡ് റിവ്യൂ ചെയ്യാൻ നമ്മൾ ആളല്ല, അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് അതൊരു രക്ഷയില്ല. ആംബിയൻസിന്റെ പൈസ കൂടി ചേർത്തിട്ടാണെന്ന് തോന്നുന്നു ഇവർ മെനു ഇട്ടേക്കണേ. അവിടെ കുറേ നേരം കോഫിയും കുടിച്ചിരുന്ന് സംസാരിച്ചു. എന്നിട്ട് ഇരുന്നും അടുത്തപ്പോൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടെ സൺസെറ്റും കണ്ട് കുറേ നേരം നിന്ന് സംസാരിച്ചു. നിന്നും അടുത്തപ്പം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ബസ് സ്റ്റോപ്പിലിട്ട് അവൾ ബൈ പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി. ജിമ്മിലെ ഡ്രസ് അനിയത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ലെഗ് ഡേ ആണ്. വാമപ്പ് ചെയ്തിട്ട് ആദ്യം ലെഗ് പ്രസ് ചെയ്തു. ഫസ്റ്റ് സെറ്റ് 150 കിലോയുടെ 15 റെപ്പ്. ഈ 15 നമ്പർ ചെക്കന്മാരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. ഫസ്റ്റ് സെറ്റ് ജയിച്ചിട്ട് അവർ പോയി. രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് സെയിം വെയിറ്റ് ഇട്ട് ഞാൻ താനെ അടിച്ചു. അതും 15 റെപ്പ് വീതം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് അങ്ങ് കൂടി. അടുത്തത് വാൾ സിറ്റ്. സാധാരണ 15 കിലോ വെയിറ്റ് വെച്ചിട്ട് 1 മിനിറ്റാണ് ഞാൻ ഹോൾഡ് ചെയ്യണേ. ആ 1 മിനിറ്റിന് വലിയ ബുദ്ധിമുട്ടിയാണ് കംപ്ലീറ്റ് ചെയ്യണേ. പക്ഷേ ഇന്ന് സ്നേഹ മാസ്റ്റർ ലോഡും ടൈമും കൂട്ടി. 40 കിലോ വെയിറ്റ് 2 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. അത്ഭുതം എന്തെന്നാൽ അത് ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. അതും അങ്ങനെ 3 സെറ്റ് ചെയ്തു. അതുകൂടി കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എക്സ്റ്റൻഷൻ. ഇതിന്റെ ആദ്യ സെറ്റ് ഞാൻ 30 കിലോ ഇട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ച് 20 കിലോ ആക്കി. പക്ഷേ സ്നേഹ മാസ്റ്റർ സമ്മതിച്ചില്ല. 40 കിലോ ഇടാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ സെയിം വെയിറ്റിൽ 2 സെറ്റ് അടിച്ചു. മൂന്നാമത്തെ സെറ്റിന് സപ്പോർട്ട് ചെയ്യാൻ ചെക്കന്മാരെ വിളിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു ഫുൾ സ്റ്റാക്ക് ഇട്ടാൽ സപ്പോർട്ട് ചെയ്യാന്ന്. അടുത്ത അത്ഭുതം എന്നാൽ അണ്ണൻ സക്സസ്ഫുള്ളി അതും ചെയ്തു. അണ്ണന്റെ എക്സ്പ്രഷൻ ഒന്നും നോക്കണ്ട. ഇത്ര വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒക്കെ ഇങ്ങനെ ആകും. അതുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അണ്ണന്റെ കോൺഫിഡൻസ് മാനം മുട്ടി. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ മടി ഒരു മൈൻഡ് സെറ്റാണ്. നമ്മുടെ കപ്പാസിറ്റിയുടെ പകുതി പോലും അൺലോക്ക് ചെയ്യാൻ പറ്റാത്തത് ആ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി പുഷ് അവർ ലിമിറ്റ്സ്. ഓക്കെ, അങ്ങനെ ജിമ്മിൽ നിന്ന് വീട്ടിലെത്തി ബുക്കും വായിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ബൈ.